നമസ്കാരം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 29 ചൊവ്വാഴ്ച, വിശാഖം നക്ഷത്രം. ചൊവ്വാഴ്ച വിശാഖ നക്ഷത്രത്തിന് പിറന്നാൾ വരുന്നതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിലൊരു ശ്രദ്ധ വേണം. ആചാര്യന്മാർ പറയാറ് രക്തദൂഷ്യമൊക്കെ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. വിശാഖം നക്ഷത്രത്തിന് പൊതുവെ അനുകൂലമായിട്ടുള്ള വർഷമാണ് 2019. സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ, ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലാഭം, പുതിയ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് വരിക, അതിനാവശ്യമായിട്ടുള്ള ഗവൺമെൻറ് സാങ്ഷൻ, ലൈസൻസ്, വിദേശവുമായി ബന്ധപ്പെടുവാനുള്ള ഭാഗ്യം, വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു വർഷമാണ് 2019. ഇന്നത്തെ കത്ത് ശ്രീമതി ആൻസി രാജ് മണവാളക്കുറിശ്ശിയിൽ നിന്നാണ്. ചെറിയൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിയുണ്ട്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ചെറിയ സാലറിയാണ് ലഭിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുമോ? എൻ്റെ നക്ഷത്രം തിരുവാതിരയാണ്. ജാതകത്തിൽ ചൊവ്വാദോഷമുണ്ടോ? കാരണം ഗൃഹത്തിൽ സമാധാനക്കുറവുണ്ട്, എപ്പോഴും അഭിപ്രായ വ്യത്യാസമാണ് എന്നൊക്കെ പറയുന്നു. വിഷമിക്കാനൊന്നും തന്നെയില്ല. ഇപ്പോഴത്തെ പ്രയാസങ്ങൾ വരുന്നത് കണ്ടകശനി കാലം കൊണ്ടാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. തിരുവാതിര നക്ഷത്രമായതുകൊണ്ടാണ്. തൽക്കാലം മാത്രം നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതങ്ങോട്ട് മാറിക്കോളും. ജാതകത്തിൽ ചൊവ്വാദോഷമില്ല എന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് തന്നെ സമാധാനമായിട്ട് ഇരുന്നുള്ള, ചൊവ്വാദോഷം ഉണ്ടെങ്കിലും പ്രയാസമൊന്നുമില്ല. അത് ചെറിയ പരിഹാരങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ഏതായാലും ജാതകത്തിൽ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല. ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ വന്നത് തന്നെ ഈ കണ്ടകശനി കാലം കൊണ്ടും പൊതുവെ ശനിയുടെ ഒരു അപഹാരകാലം വന്നതുകൊണ്ടുമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ഇനി അങ്ങോട്ട് തരക്കേടില്ലാത്തൊരു കാലം ആരംഭിക്കുകയാണ്. ഈ ജോലി മാറി നല്ലൊരു ജോലി ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. വസ്തു അധീനത്തിൽ വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. എന്നാൽ പൊതുവെ ഡോക്യുമെൻ്റ് രജിസ്ട്രേഷൻ, ബിസിനസ്സിലെ പ്രോജക്ട്സിൻ്റെ രജിസ്ട്രേഷനൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നടത്തണം. അതിന് ഉപദേശം സ്വീകരിച്ച് മാത്രം ചെയ്യുക. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂട്ടുകെട്ട് കഴിയുന്നതും കുറയ്ക്കുക. സാമ്പത്തിക നേട്ടം ഇന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം. ദൂരയാത്ര, യാത്ര കൊണ്ട് നേട്ടങ്ങൾ ഇവ ഇന്ന് കാണുന്നു. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങളാണ് കാണുന്നത്. ഹൈ കോൺടാക്ട്സ് കൊണ്ട് അംഗീകാരം, റെക്കഗ്നിഷൻ. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ, സന്തോഷം ഇവ ഇന്ന് പ്രതീക്ഷിക്കാം. മിഥുനം രാശി, മകയിരം അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. യാത്രയും അലച്ചിലും അല്പം മനക്ലേശവും എന്ന് കാണുന്നു. ഗൃഹത്തിൽ അഭിപ്രായ വ്യത്യാസം വരാതെ ശ്രദ്ധിക്കണം. സംസാരത്തിൽ പ്രത്യേകിച്ചൊരു നിയന്ത്രണം വളരെ നല്ലതാണ്. കർക്കിടകം രാശി, പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗമുണ്ട്. പ്രണയിക്കുവാൻ സാധ്യതയേറെയുള്ള ദിവസമാണ്. മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങളും ധനാഗമവും ഇന്ന് പ്രതീക്ഷിക്കാം. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം ആദ്യത്തെ കാൽഭാഗം. വീട് പണിക്ക് യോഗമുണ്ട്. അധിക പണച്ചെലവെന്ന് കാണുന്നു. വാഹനത്തിന് റിപ്പയർ വർക്കും ചെറിയ പ്രയാസങ്ങളും വന്നാൽ തന്നെയും ജോലിസ്ഥലത്ത് അനുകൂലമായിട്ടുള്ള വാർത്ത കേൾക്കുവാനുള്ള ഭാഗ്യവും അധികാര സ്ഥാനത്തെത്തുവാനുള്ള യോഗവും ഇന്നുണ്ട്. കന്നിരാശി, ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. ഗൃഹത്തിൽ അഭിപ്രായ വ്യത്യാസം വരാതെ ശ്രദ്ധിക്കണം. അല്പം ഒരു നിരാശ കൊണ്ട് കോപം വർദ്ധിക്കുന്ന ഒരു കാലമാണ്. അധിക പണച്ചെലവ് വരുവാനുള്ള സാധ്യതയും ഏറെയാണ്. ചിലവിൽ അല്പം ഒരു നിയന്ത്രണം വേണം. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നീക്കുവാനായി വ്യാഴപ്രീതി അത്യാവശ്യം വരുത്തുക. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. സാമ്പത്തിക നേട്ടം കാണുന്നു. പൊതുവെ ഗവൺമെൻറ് സാങ്ഷനൊക്കെ പൊതുവെ ബിസിനസ് രംഗത്തുള്ളവർക്ക് ലഭിക്കുന്ന ഒരു ദിവസമാണ്. വീട് പണി നന്നായി മുന്നോട്ട് പോകും. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇന്ന് കാണുന്നുണ്ട്. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനീഴം, തൃക്കേട്ട. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ഒരു ശ്രദ്ധ വേണം. രാത്രികാല സഞ്ചാരം കഴിയുന്നതും കുറയ്ക്കുക. റിസ്കി ആൻഡ് അഡ്വഞ്ചറസ് ട്രിപ്സും കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം.
കാര്യതടസ്സമുള്ള ഒരു കാലമായതുകൊണ്ട് പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കുന്നത് അല്പമൊന്ന് നീട്ടിവെക്കുന്നതായിരിക്കും നല്ലത്. വസ്തു ഇടപാടിലൊക്കെ പ്രത്യേകം ഒരു ശ്രദ്ധ വേണം. രണ്ടാമതൊന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക. മകരം രാശി, ഉത്രാടം അവസാനത്തെ 1/4 ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ആഘോഷങ്ങളിലോ ആഡംബര വസ്തുക്കൾ ലഭിക്കുവാനോ ഭാഗ്യമുള്ള ഒരു ദിവസമാണ്. ഉല്ലാസ യാത്രയ്ക്കുള്ള യോഗവും ഇന്ന് കാണുന്നു. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യത്തെ 1/4 ഭാഗം. വീട് പണിക്ക് ഭാഗ്യമുള്ള ഒരു ദിവസമാണ്. അതിനായി ശ്രമിക്കാവുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയും ശ്രമിക്കുന്ന ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ച് അറിയാം. ഏജൻസി ബിസിനസ് നടത്തുന്നവർക്കും റിയൽ എസ്റ്റേറ്റ് ഏജൻസിനും അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ്. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ 1/4 ഭാഗം, ഉത്രട്ടാതി രേവതി. പ്രതീക്ഷിക്കാത്ത സമയത്ത് പണം വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. ബന്ധുക്കളെ കൊണ്ട് നേട്ടങ്ങൾ വരുന്നൊരു ദിവസമാണ്. അവരുടെ സഹായം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പൊതുവെ ഹയർ എഡ്യൂക്കേഷനും ജോലി ഭാഗ്യവുമുള്ളൊരു ദിവസമാണെന്നും പ്രത്യേകിച്ചറിയാം.